ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു ബീഫ് കറി വെക്കുകയാണ് കേട്ടോ. അതിന് കുക്കർ അടുപ്പത്ത് വെച്ച് ബീഫ് അതിനകത്തേക്ക് ചേർത്ത് പിന്നെ സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കുക്കറിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അതെല്ലാം കൂടി വെച്ചതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. നല്ല ബീഫ് കറി വെക്കുന്നതാണ് സ്പെഷ്യലായിട്ട്. ഞാൻ വാട്ടിയിട്ടൊന്നുമില്ല, വറ്റാണ്ടെല്ലാം വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതിനകത്തേക്ക് ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ഇതിനകത്ത് ചേർത്തേക്കണം സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി ഇങ്ങനെയുള്ളതൊക്കെ ചേർത്ത് ചതച്ച് വെച്ചേക്കണതാണ് കേട്ടോ. അത് ഞാൻ എല്ലാം ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഇച്ചിരി കുരുമുളക് പൊടി ചേർക്കണം കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഇച്ചിരി കുരുമുളക് പൊടി ചേർക്കണം. അത് കഴിഞ്ഞ് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ട് കൊടുക്കാൻ നല്ലപോലെ ആവശ്യത്തിനുള്ള ഉപ്പെടുത്ത് നമ്മൾ ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കുക കേട്ടോ. പിന്നെ കാശ്മീരി മുളക് പൊടി ഞാൻ 2 സ്പൂണത്തോളം ചേർക്കുന്നുണ്ട്. അധികം മുളക് പൊടിയൊന്നും ചേർക്കണില്ല ഞാൻ. അതായത് കാശ്മീരി മുളക് പൊടിയാണ് ഇതിനകത്തേക്ക് ചേർത്തേക്കണത്. പിന്നെ ഞാൻ അധികമായിട്ട് സ്പെഷ്യലായിട്ട് ഞാൻ ചേർക്കണം മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടിയാണ് എനിക്ക് ആവശ്യത്തിനായിട്ട് ഞാൻ ചേർക്കുന്നത്. അങ്ങനെ മല്ലിപ്പൊടിയും ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല പോലെ ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത് ഇതാക്കി കൊടുക്കണം. അതൊക്കെ സെറ്റായി വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത് നല്ല പോലെ പൊടിയൊക്കെ പച്ചമണത്തിൻ്റെ ഇതൊക്കെ പോകാൻ വേണ്ടി ഒന്ന് കൈ കൊണ്ടൊന്ന് സെറ്റാക്കി കൊടുക്കുക. സവാള, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ഇതായി കിട്ടണം. അങ്ങനെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഞാൻ സവാള ഇതൊന്നും വഴറ്റിയിട്ടില്ല, അപ്പോൾ അതാരണം കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒഴിച്ച് ഇനി ഒന്നും കൂടി നമുക്ക് കൈ കൊണ്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയും ഇതെല്ലാം സെറ്റായി കിട്ടണം കേട്ടോ. നല്ല മിക്സ് ചെയ്ത് എല്ലാം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ നല്ല ഇതായി കിട്ടാൻ പാകത്തിന് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ അപ്പുറത്ത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷമാണ് നമുക്ക് വെള്ളം ചേർക്കാവുള്ളൂ കേട്ടോ. വെള്ളം ചേർത്തിട്ടില്ല ഞാൻ, ഇപ്പോൾ ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ആവശ്യത്തിന് ഇച്ചിരി കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ. ഇറച്ചിയിൽ നല്ലോണം നെയ്യുള്ളത് കാരണം കൊണ്ട് ഞാൻ വെള്ളം അധികം ചേർത്തിട്ടില്ല, കുറച്ച് വെള്ളമാണ് ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിന് നമുക്കൊരു സ്പൂൺ എടുത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കാം. സ്പൂൺ എടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ശരിക്കും സ്പൂണും കൊണ്ട് ഇളക്കി കൊടുക്കണം. നല്ല പോലെ ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ശരിക്കും നല്ല പോലെ ഇളക്കണം കേട്ടോ. അപ്പോൾ കറി കണ്ടോ നല്ല തിളച്ച് കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ ബീഫ് കറി റെഡിയാണ്. ഇതുപോലെ വെക്കാത്തവർ ഒന്ന് വെച്ച് നോക്കണം. ഇത് നല്ല പോലെ വെച്ച് നോക്കണം. ഇതുപോലെ വെക്കാത്തവർ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് അടിക്കണം. താളിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ.